നമസ്കാരം. ധനുസ് PEC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിൻ്റെ സോഷ്യലിസ്റ്റ് പാഠഭാഗം ചാപ്റ്റർ 1 യൂറോപ്യന്മാരുടെ ആഗമനം. എല്ലാ PEC പരീക്ഷകൾക്കും പതിവായി ചോദിക്കുന്ന കേരളത്തെ സംബന്ധിക്കുന്ന ചോദ്യങ്ങളുള്ള പാഠഭാഗമാണിത്. ഡച്ചുകാർ, പോർച്ചുഗീസുകാർ തുടങ്ങിയ യൂറോപ്യന്മാരെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന LGS എക്സാം, LDCക്കുമൊക്കെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളടങ്ങിയ പാഠഭാഗം നോക്കാം. പോർച്ചുഗീസുകാരല്ല, ഡച്ചുകാർ. പോർച്ചുഗീസുകാരെ തുടർന്നിട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യൻ പോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ. പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ എന്നറിയപ്പെടുന്നു. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നീ പ്രദേശങ്ങളായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര എന്നിവയാണ് ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ. കച്ചവടത്തിന് വേണ്ടി അതിനുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി. ഓക്കെ, നെക്സ്റ്റ് പ്രധാന പോയിന്റിലേക്ക് വരാം. കുളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കുളച്ചൽ. 1741 കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ഇത്, കുളച്ചൽ യുദ്ധം. 1741 തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്, കുളച്ചൽ യുദ്ധം. ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു. ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത്. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോട് പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമാണ് ഇത്, കുളച്ചൽ യുദ്ധം എന്ന് പറയാം. വർഷം ഏതാണ്? 1741. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു യുദ്ധമുണ്ടായത്. അടുത്ത പോയിന്റ്, ഹോർത്തൂസ് മലബാറിക്കസ് എന്താണ്? ഡച്ചുകാരുമായുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം. കേരളത്തിലെ 742 ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വിവരണങ്ങൾ നടത്തിയ ഈ ഗ്രന്ഥത്തിൽ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻറ്റീഡാണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം കൊടുത്തത്. ആ ചോദ്യം ഇപ്പോൾ ചോദിച്ചിട്ടുള്ളേ ഉള്ളൂ. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻറ്റീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് സഹായിച്ചത്. ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻറ്റീഡാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം കൊടുത്തത്. ഓക്കെ, ഇദ്ദേഹത്തെ ഇനിയും സഹായിച്ചത് ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു. സഹായിയായിട്ടുള്ള ആരായിരുന്നു? ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യൻ ആയിരുന്നു. അപ്പു ഭട്ട്, രംഗ് ഭട്ട്, വിനായക ഭട്ട് തുടങ്ങിയവരും ആ രചനയിൽ പങ്കാളിയില്ലേ. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണെന്ത്, ഹോർത്തൂസ് മലബാറിക്കസ്. 1742 ഔഷധസസ്യങ്ങളെപ്പറ്റി, മരുന്നുകളെപ്പറ്റി പറയുന്നുണ്ട്. അതുപോലെ ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻറ്റീഡാണ് ഈ കൃതിക്ക് കൃതി രചിക്കാൻ വേണ്ടി ഒരു നേതൃത്വം മുൻപന്തി നിന്ന ആൾ ഹെൻറിക് വാൻറ്റീഡാണ്. അദ്ദേഹം ഡച്ച് ഗവർണറാണ്. അതുപോലെ വിനായക് ഭട്ട്, അപ്പു ഭട്ട്, രംഗു ഭട്ട് എന്നിവരും ഈ രചനയിൽ പങ്കാളിയാണ്. ഇട്ടി അച്യുതൻ എന്ന മലയാളിയാണെന്ത്, അദ്ദേഹത്തെ സഹായിക്കുന്നത്. മലയാളിയായ ഇട്ടി അച്യുതനാണ് ഹെൻറിക് വാൻറ്റീഡിനെ സഹായിക്കുന്നത്. ഇനി മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യമായി അച്ചടിച്ച പുസ്തകം. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലെ കൃതി വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാൽ. അതും ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുമ്പോൾ ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് അല്ലേ. അതിൻ്റെ രചനയ്ക്ക് നേതൃത്വം കൊടുത്തവരാണ് ഡച്ച് ഗവർണറായിരുന്ന ഹെൻറിക് വാൻറ്റീഡാണ്. ഇദ്ദേഹത്തെ സഹായിച്ച മലയാളി ഇട്ടി അച്യുതനാണ് അല്ലേ. അതുപോലെ തന്നെ ഇത് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇതിൻ്റെയൊക്കെ ഇംഗ്ലീഷ് പരിഭാഷ മലയാളം
അല്ലേ? മലയാളം ഇംഗ്ലീഷ് ഹിന്ദി പരിഭാഷകളിലേക്ക് അല്ലെങ്കിൽ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ആരാണ്? പരിഭാഷപ്പെടുത്തിയത് ആരാണ്? ഡോക്ടർ KS മണിലാലാണ്. പരിഭാഷകൻ ആരാണ്? ഡോക്ടർ KS മണിലാൽ. അപ്പോൾ ഇ.ടി. അച്യുതൻ ആരാണ്? ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇ.ടി. അച്യുതൻ. പ്രഗത്ഭനായ നാട്ടുവൈദ്യനാണ് ഇ.ടി. അച്യുതൻ. ഇനി ഫ്രഞ്ചുകാരെ പറ്റി. ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിന് വേണ്ടി ഇന്ത്യയിലേക്ക് വന്നു. ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത്? കർണാട്ടിക് യുദ്ധം. അപ്പോൾ കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിന് വേണ്ടിയിട്ട് അവരുടെ അധീനത ഉറപ്പിക്കാൻ, മേധാവിത്വം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്? കർണാട്ടിക് യുദ്ധം എന്ന് പറഞ്ഞാൽ. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരുടെയും യുദ്ധമാണെന്ത്? കർണാട്ടിക് യുദ്ധം. ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം. ബ്രിട്ടീഷുകാർ ജയിച്ചു. അതുകൊണ്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യം ഇവിടെ നിന്നു പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി. അതായത് കർണാട്ടിക് യുദ്ധങ്ങളുടെ ഫലമായിട്ട് ഫ്രഞ്ചുകാർ തോൽക്കുന്നു, അല്ലേ? ജയിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ഫ്രഞ്ച് തോൽക്കുമ്പോഴത്തേക്കിന് ഫ്രഞ്ചുകാരുടെ എന്ത് ചെയ്തു? അവർക്ക് പോണ്ടിച്ചേരിയിലും യാനം, കാരയ്ക്കൽ, മാഹി പ്രദേശങ്ങൾ മാത്രമായി ഒതുങ്ങേണ്ടി വന്നു. അത്ര പ്രദേശങ്ങൾ മാത്രമായിട്ട് അവർ ചുരുങ്ങേണ്ടി വന്നു. അപ്പോൾ അവരുടെ പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ഫ്രഞ്ചുകാരുടേത്? പോണ്ടിച്ചേരി അല്ലെങ്കിൽ പുതുച്ചേരി, യാനം, കാരയ്ക്കൽ, മാഹി എന്നിവരാണ്. കർണാട്ടിക് യുദ്ധം എന്താണ്? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണെന്ത്? കർണാട്ടിക് യുദ്ധം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓക്കെ, അങ്ങനെ 3 കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നിട്ടുള്ളത്. 3 എണ്ണമാണ് നടന്നിട്ടുള്ളത്. എപ്പോഴും ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒന്നാണ് നോക്കുക. 1600-ലാണ് ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത്. ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുക. ഇത് ചോദ്യമാണ്. എന്താണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്? വർഷം ഏതാണ്? 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത്. കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി തേടി ഗുജറാത്തിലെ സൂററ്റിൽ ഒരു കച്ചവടത്താവളം സ്ഥാപിച്ചു. തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ സ്ഥാപിച്ചു. അതിനെ തുടർന്നിട്ട് മദ്രാസ്, ബോംബെ, കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടെ ഭരണം തുടങ്ങി. അടുത്തത്, അപ്പോൾ 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുക. അത് ചോദ്യമാണ്. 1600-ലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുക. അടുത്ത പോയിന്റ്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിക്കുന്നത് എന്നാണ്. 1757-ലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ്. അപ്പോൾ യുദ്ധം ഏതാണിത്? 1757-ലെ പ്ലാസി യുദ്ധം. 1757-ലെ പ്ലാസി യുദ്ധം വന്നതോടുകൂടി എന്ത് സംഭവിച്ചു? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിച്ചു. 1757-ലാണ് പ്ലാസി യുദ്ധം നടക്കുക. ആ യുദ്ധത്തോട് എന്ത് സംഭവിച്ചെന്ന് പറയുന്നു? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയാധിപത്യം സ്ഥാപിച്ചു. ഇനി ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയെ റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ഇവിടെ എന്ത് സംഭവിച്ചു നോക്കിയാണ്? പ്ലാസി യുദ്ധം അപ്പോൾ എന്താണ്? ബംഗാളിലെ നവാബായിരുന്ന സിറാജുദ്ദൗളയും റോബർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ് യുദ്ധം നടക്കുക. സിറാജുദ്ദൗളയും ആരുമായിട്ടാണ്? റോബർട്ട് ക്ലൈവുകളാണ് ഈ പ്ലാസി യുദ്ധം സംഭവിച്ചിട്ടുള്ളത്. ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തതു ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി. കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു. 1764 ബക്സാർ എന്ന സ്ഥലത്തുണ്ടായിരുന്ന
ആ സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടുകൂടി ബീഹാർ, ബംഗാൾ, ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി. അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി. അപ്പോൾ അടുത്ത യുദ്ധത്തിൻ്റെ പേരെന്താണ്? ബക്സാർ യുദ്ധമാണ്. 1764 ബക്സാർ യുദ്ധം. അതിൻ്റെ പരിണിത ഫലമായിട്ട് ബീഹാർ, ബംഗാൾ, ഒറീസ എന്ന പ്രവിശ്യകളിലെ നികുതി പിരിക്കുവാനുള്ള അവകാശ കമ്പനി സ്വന്തമാക്കി. അങ്ങനെ അതോടുകൂടി ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണസാന്നിധ്യം ശക്തമായി ഇവിടെ ഉണ്ടായി. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണസാന്നിധ്യം ശക്തമായി ഉണ്ടായ യുദ്ധം ഏതാണ്? ബക്സാർ യുദ്ധമാണ്. ബക്സാർ യുദ്ധം നടന്ന വർഷം ഏതാണ്? 1764 ബക്സാർ യുദ്ധം. അതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണസാന്നിധ്യം ശക്തമായി മാറുകയും ചെയ്തു. ഇനി അതിനകത്ത് മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ, അവധിലെ നവാബായിരുന്ന ഷുജാഉദ്ദൗള, ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ ബക്സാർ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത്. ഷാ ആലം രണ്ടാമനെയും ഷുജാഉദ്ദൗളയെയും അതുപോലെ മിർ കാസിം ഇവരെയൊക്കെയാണ് എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ ഇതിൽ പരാജയപ്പെടുത്തിയത്. ഓക്കെ, എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞ ആരും റോബർട്ട് ക്ലൈവ് ആണ്. എനിക്ക് 2000 പട്ടാളക്കാരെ അയച്ചു തരിക, ഞാൻ ഇന്ത്യയെ അല്ലെങ്കിൽ പിടിച്ചെടുക്കാം എന്ന് പറഞ്ഞ ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. റോബർട്ട് ക്ലൈവ് രാജ്യം ഭരിക്കുമ്പോൾ അന്നത്തെ സമയത്ത് ഇന്ത്യയുടെ അവസ്ഥ എന്തായിരുന്നു? ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾക്കിടയിൽ അനൈക്യമായിരുന്നു. ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങൾക്കിടയിലുള്ള നാട്ടിലെ ചെറിയ ചെറിയ രാജ്യങ്ങളുണ്ട്, അവർക്കിടയിലുള്ള അനൈക്യമാണ് റോബർട്ട് ക്ലൈവിന് ഈ കമ്പനി പിടിച്ചെടുക്കുക അല്ലെങ്കിൽ റോബർട്ട് ക്ലൈവിനോട് പിടിച്ചെടുക്കാനുള്ളൊരു അഭിനിവേശം ഉണ്ടാകുന്നത്. അതുപോലെ ബ്രിട്ടീഷുകാർക്ക് മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യകളുമൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു അവർക്ക്. അടുത്ത യുദ്ധമാണ് ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. ദക്ഷിണേന്ത്യയിലെ നാട്ടുരാജ്യമായിരുന്ന മൈസൂറും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങൾ. മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരാലിയും മകൻ ടിപ്പു സുൽത്താനുമാണ് മൈസൂർ സേനയെ നയിച്ചത്. 4 തവണ കമ്പനി സൈന്യവും മൈസൂർ സുൽത്താനും തമ്മിൽ ഏറ്റുമുട്ടി. 1782 ഹൈദരാലിയുടെ മരണാനന്തരം ടിപ്പു സുൽത്താൻ മൈസൂർ സേന നയിച്ചു. 1799 4ാം മൈസൂർ യുദ്ധത്തിൽ കമ്പനി സൈന്യം ടിപ്പു സുൽത്താനെ വധിച്ചതോടെ മൈസൂർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായി. 1782 ഹൈദരാലിയുടെ മരണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, അടുത്താണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ ആര് തമ്മിലായിരുന്നു? ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജ്യവും ചേർന്നാണ് ആംഗ്ലോ മറാത്ത യുദ്ധം. ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി വെച്ചുമ്പോൾ ഇംഗ്ലീഷുകാരും ഇംഗ്ലീഷിൻ്റെ 1600 ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുക. അത് കഴിഞ്ഞിട്ടാണ് അവർ ഓരോ യുദ്ധങ്ങളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയും മറാത്ത രാജവംശക്കാരും തമ്മിൽ നടന്ന യുദ്ധമാണ് ആംഗ്ലോ മറാത്ത യുദ്ധങ്ങൾ. 3ാം ആംഗ്ലോ മറാത്ത യുദ്ധത്തോടുകൂടിയാണ് മറാത്ത ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൺട്രോളിൽ വന്നിട്ടുള്ളത്. അടുത്തത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങൾ ഏതൊക്കെയാണ്? ഇത് പ്രധാനപ്പെട്ടതാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്ന്, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയത് ഏത് പ്രദേശങ്ങളിലായിരുന്നു? ബംഗാൾ, ബീഹാർ, ഒറീസയിലായിരുന്നു അല്ലേ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ വർഷം 1793. 1793 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാകുന്നത്. അതിന് പ്രകാരം ബംഗാൾ, ബീഹാർ, ഒറീസ പ്രദേശങ്ങളിൽ അവർ പിടിച്ചെടുക്കുകയും ചെയ്തു. നടപ്പിലാക്കിയത് കോൺവാലിസ് പ്രഭുവാണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയ്ക്ക് കോൺവാലിസ് പ്രഭുവാണ്. എന്തായാലും പ്രത്യേകത പ്രത്യേകത എന്തൊക്കെയായിരുന്നു? ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു.
അതുപോലെ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ നിശ്ചിത തുക കർഷകർ നിർബന്ധമായും നികുതിയായി കൊടുക്കണമായിരുന്നു. ഇതെല്ലാമാണ് എന്ത് കാരണമായത്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാകാൻ കാരണമായത്. ഭൂ ഉടമകളായിരുന്ന സെമീന്ദാർമാർ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ഉയർന്ന നിരക്കിൽ നികുതി പിരിച്ചു. അതുപോലെ വിളവിലുള്ള ഏറ്റക്കുറച്ചിലുകൾ പരിഗണിക്കാതെ തന്നെ അല്ലേ, ഒരു പ്രാവശ്യം വിളവുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വിളവ് കാണത്തില്ല. അപ്പോൾ അതൊന്നും നോക്കാതെ തന്നെ അല്ലേ, എത്രമാത്രം ധാന്യങ്ങളുണ്ടെന്ന് നോക്കാതെ തന്നെ, അല്ലെങ്കിൽ ചിലവുണ്ടായെന്ന് നോക്കാതെ തന്നെ നിശ്ചിതമായൊരു തുക എപ്പോഴും കർഷകർ നിർബന്ധമായിട്ട് നികുതിയായി കൊടുക്കേണ്ടി വന്നു. അതും ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാകാൻ കാരണമാണ്. എൻ്റെ വർഷം ഏതാണ്? 1793 93 ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ഉണ്ടാവുക. അതായിരുന്നു പ്രദേശം ബംഗാൾ, ബീഹാർ, ഒറീസയാണ് പ്രദേശം. അതുപോലെ തന്നെ കോൺവാലിസ് പ്രഭു. പഠിക്കേണ്ട പോയിന്റ് ഇവിടെ, ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കൊണ്ടുവന്ന ആരാണ്? കോൺവാലിസ് പ്രഭുവാണ്. അടുത്തതാണ് റേറ്റ് വാരി സമ്പ്രദായം. അതെപ്പോഴും ചോദിച്ചിട്ടുണ്ട്. റേറ്റ് വാരി സമ്പ്രദായം വർഷം 1820 റേറ്റ് വാരി സമ്പ്രദായം. ദക്ഷിണേന്ത്യ ഡെക്കാൻ പ്രദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ദക്ഷിണേന്ത്യൻ ഡെക്കാൻ പ്രദേശങ്ങൾ, ഡെക്കാൻ അത് കൊണ്ടുവന്ന തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ് റേറ്റ് വാരി സമ്പ്രദായം നടപ്പിലാക്കിയത്. തോമസ് മൺട്രോയും റേറ്റ് വാരി, തോമസ് മൺട്രോ, അലക്സാണ്ടർ റീഡ്, റേറ്റ് വാരി സമ്പ്രദായം. തോമസ് മൺട്രോ റേറ്റ് വാരി സമ്പ്രദായം. അതിന് പ്രത്യേകത എന്തൊക്കെയാണ്? കർഷകരെ ഭൂവുടമകളെ പരിഗണിച്ചു. ബ്രിട്ടീഷുകാർ കർഷകരിൽ നിന്നും നേരിട്ട് നികുതി പിരിച്ചു. നികുതി നൽകുന്നതിൽ വീഴ്ച വരുത്തിയ കർഷകരുടെ ഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. ഇതെല്ലാം റേറ്റ് വാരി സമ്പ്രദായത്തിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ റേറ്റ് വാരി കൊണ്ടുവന്നത് ആരാണ്? തോമസ് മൺട്രോയും അലക്സാണ്ടർ റീഡുമാണ്. മഹൽവാരി സമ്പ്രദായം എന്ന് പറയുമ്പോൾ അത് 1822 മഹൽവാരി സമ്പ്രദായം വരുന്നത്. ഉത്തരേന്ത്യ, മധ്യേന്ത്യ, പഞ്ചാബ് പ്രദേശങ്ങൾ പിടിച്ചെടുക്കപ്പെട്ടു. ഹോൾട്ട് മക്കൻസിയാണ് മഹൽവാരി സമ്പ്രദായത്തിൻ്റെ പ്രജ്ഞാതാവ്. അത് കൊണ്ടുവന്നത് അല്ലേ. അതായത് ഹോൾട്ട് മക്കൻസിയാണ്. ഇത് നമുക്ക് റെയർ പോയിന്റ് ആണിത്. ബാക്കി ഗൈഡുകളിലൊന്നും ഇല്ലാത്തൊരു പോയിന്റ്സ് ടെക്സ്റ്റ് വന്നതാണ്. ഇത് ഹോൾട്ട് മക്കൻസി മഹൽവാരി സമ്പ്രദായം. അതെന്ന് പറയുന്നത് ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു. നികുതിയിൽ വീഴ്ച വരുത്തുന്ന ഗ്രാമത്തെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കൂട്ടിച്ചേർത്തു അല്ലേ. അപ്പോഴും ബ്രിട്ടീഷുകാർക്ക് മേന്മയാണ് വരുന്നത്. അതായത് അപ്പോൾ അതുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ നമ്മൾ എന്ത് ചെയ്തു? ഇതുപോലുള്ള റേറ്റ് വാരി സമ്പ്രദായം പോലുള്ള മഹൽവാരി സമ്പ്രദായങ്ങൾ ആരംഭിച്ചു. അതായത് ഗ്രാമത്തെ ഒരു യൂണിറ്റായി കണക്കാക്കി നികുതി പിരിച്ചു അല്ലേ. ഒറ്റ ഇതായിട്ട് ഗ്രാമത്തിൻ്റെ തലവൻ മാത്രം കൊടുത്തവന്ന് വന്നു. അങ്ങനെ കൊടുക്കാൻ വീഴ്ച വരുത്തിയാൽ എന്ത് സംഭവിക്കുന്നു? ഈ ഗ്രാമത്തിന് ബ്രിട്ടീഷ് ഇന്ത്യയോട് തന്നെ കൂട്ടിച്ചേർക്കപ്പെട്ടു അല്ലേ. ചെറിയ തുകയാണെങ്കിൽ എപ്പോഴും നികുതി അടയ്ക്കാൻ എളുപ്പമായിരിക്കും. വലിയൊരു എമൗണ്ട് ആകുമ്പോൾ അവർക്ക് അടയ്ക്കാൻ സാധിക്കാതെ വരികയും അങ്ങനെ ആ ഗ്രാമത്തിൽ ബ്രിട്ടീഷിൻ്റെ കൂട്ടിച്ചേർക്കാൻ വളരെ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ അതാണ് മഹൽവാരി സമ്പ്രദായം. ഹോൾട്ട് മക്കൻസിയാണ് മഹൽവാരി കൊണ്ടുവന്നത്. അതിനോടുകൂടിയാണ് എന്ത് സംഭവിക്കുക? ഈ ഗ്രാമത്തെ ഒരു യൂണിറ്റായിട്ടൊക്കെ കണക്കാക്കുന്നൊരു ചെറിയ ഹിൻറ്റ് ഓർത്ത് വെച്ചേക്കുക. ഗ്രാമം അടുത്തതാണ് സന്യാസിമാരും പോരാളി. സന്യാസി കലാപം എന്ന് കേട്ടില്ലേ? സന്യാസി കലാപം 1873 വേനൽക്കാലം ബംഗാളിലെ പലച്ചിന്ന എന്ന ഗ്രാമം. മഴ പെയ്തപ്പോൾ ജനങ്ങൾ ആശ്വസിച്ചു, ആഹ്ലാദിച്ചു. പക്ഷേ മഴ പെട്ടെന്ന് നിലച്ചു. വിള ഉണങ്ങിപ്പോയി. ക്ഷാമം പടർന്നു പിടിച്ചു. ഇങ്ങനെ തുടർന്നിട്ട് ഇത് എന്താ പറയുക, ഇതിനെന്ത് സന്യാസിമാരും പോരാളികളായിട്ട് മാറിയില്ലേ. അതായത് അവിടെ എങ്ങും വസൂരി പോലുള്ള രോഗങ്ങളും അതുപോലെ തന്നെ വിള നശിക്കുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് സന്യാസിമാർ പോലും എന്ത് ചെയ്തു? അവർ വിപ്ലവകാരികളായിട്ട് മാറി. നെക്സ്റ്റ് പോയിന്റ്, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന ബംഗാളി ഭാഷ എഴുതിയ നോവൽ. 3 പോയിന്റ്സ് എഴുതാം അവിടെ. ബങ്കിം ചന്ദ്ര ചാറ്റർജി ആനന്ദമഠം ബംഗാളി ഭാഷ എഴുതിയാണ് ഇതല്ലേ. ആനന്ദമഠമാണ് നോവലിൻ്റെ പേര്, ആനന്ദമഠം എന്ന് ഉള്ളത്. അടുത്തത്, ബംഗാളിലുണ്ടായിരുന്ന ക്ഷാമം പരിഹരിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊരു ശ്രമവും നടത്തിയില്ല. അതുകൊണ്ട് ദരിദ്രരായ കർഷകരും തൊഴിലാളികളും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി. കർഷക കലാപത്തിൽ സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവയെ സന്യാസി കലാപങ്ങൾ എന്ന പേരിലും അറിയപ്പെട്ടു.
അത് ആ സമയത്ത് മഴയുണ്ടായില്ല, വിളകൾ നശിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ബംഗാളിൽ വളരെ ക്ഷാമം ഉണ്ടായി അല്ലേ, പട്ടിണി ഉണ്ടായി. ബംഗാളിലുണ്ടായ ക്ഷാമം പരിഹരിക്കാനായിട്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി യാതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ അതുകൊണ്ട് ദരിദ്രരായ കർഷകരും തൊഴിലാളികളും എന്ത് ചെയ്തു, ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ തുടങ്ങി. ആ കർഷക കലാപത്തിന് സന്യാസിമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവയെ സന്യാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സന്യാസിമാരോടൊപ്പം ഫക്കീർമാരും ബ്രിട്ടീഷുകാർക്കെതിരെ കലാപത്തിൽ അണിചേർന്നു. അതുകൊണ്ട് ഈ കലാപത്തെ സന്യാസി ഫക്കീർ കലാപം എന്നും വിളിക്കുന്നുണ്ട്. ഭവാനി പതക്, മജ്നൂഷ എന്നിവരായിരുന്നു സന്യാസി ഫക്കീർ കലാപത്തിന് നേതൃത്വം കൊടുക്കുക. അത് മാർക്ക് ചെയ്തുക. ഭവാനി പതക്, മജ്നൂഷ എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം കൊടുത്ത ആൾക്ക്. അടുത്തത് കൃഷിയിൽ നിന്നും കലാപത്തിലേക്ക്. ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപങ്ങളിൽ ഒന്നായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. 1859 ബംഗാളിലെ നീലം കർഷക കലാപം. ഇതിൻ്റെ കാരണം എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാരായ തോട്ടക്കാർ ഗ്രാമപ്രദേശങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഫാക്ടറികൾക്ക് ആവശ്യമായ അമരച്ചെടി കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിച്ചു. അമരച്ചെടിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന നീലം ബ്രിട്ടീഷുകാർക്ക് മാത്രമേ വിൽക്കാൻ കഴിയുമായിരുന്നുള്ളൂ. നീലത്തിന് കമ്പോള വിലയേക്കാൾ താഴ്ന്ന വില മാത്രമാണ് കർഷകർക്ക് ബ്രിട്ടീഷുകാർ നൽകിയിരുന്നത്. കടുത്ത ഭക്ഷ്യക്ഷാമത്തിനും ചൂഷണത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കും ഇത് വഴിതെളിച്ചു. ബംഗാളിലെ നീലം കർഷക കലാപത്തിൻ്റെ വർഷം ഏതാണ്? 1859. ബംഗാളിലെ നീലം കർഷക കലാപം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമാണിത്. ബംഗാളിലെ നീലം കർഷക കലാപം ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക കലാപമായിരുന്നു ബംഗാളിലെ നീലം കർഷക കലാപം. ഇതിന് കാരണമായ സാഹചര്യങ്ങളാണ് നോക്കാം അല്ലേ. ഇൻഡിഗോ, ബ്രിട്ടീഷ് നീലം. രണ്ടുപേരുടെ പേരുണ്ട്. ദിഗംബർ ബിശ്വാസും വിഷ്ണു ബിശ്വാസിൻ്റെയും നേതൃത്വത്തിലായിരുന്നു നീലം കലാപത്തിൻ്റെ തുടക്കം. ബംഗാളിലുടനീളം കലാപം പടർന്നു പിടിച്ചതോടുകൂടി കർഷകർ നീലം കൃഷി ചെയ്യാൻ ഉപേക്ഷിച്ചു. തുടർന്ന് നീലം ഫാക്ടറി ആക്രമിച്ചു. നീൽ ദർപ്പൺ എന്താണ്? നീൽ ദർപ്പൺ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെ ആസ്പദമാക്കി 1860 ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. ദീനബന്ധു മിത്ര രചിച്ച നാടകമാണ് നീൽ ദർപ്പൺ. അവിടെ ബംഗാളിലെ നീലം കർഷകർ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അടുത്ത ബിർസ മുണ്ട. ഒരു ഗോത്രവർഗ കലാപമാണ് ഉൾഗുലാൻ. ഇത് മുണ്ട കലാപം എന്നറിയപ്പെടുന്നു. വലിയ കോലാഹലം അല്ലെങ്കിൽ വലിയ ഇളക്കം എന്നാണ് ഉൾഗുലാൻ എന്ന പദത്തിൻ്റെ അർത്ഥം. ഇന്നത്തെ ജാർഖണ്ഡിലെ മുണ്ട ഗോത്ര വിഭാഗങ്ങളുടെ ജനവാസ മേഖലയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തെ തകർത്ത് മുണ്ട രാജ് സ്ഥാപിക്കാൻ ശ്രമിച്ച ബിർസ മുണ്ടയാണ് കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ബിർസ മുണ്ട കലാപത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? 1. ബ്രിട്ടീഷ് കൊളോണിയൽ ചൂഷണവും ഭൂമി പിടിച്ചെടുക്കലും. 2. പണമിടപാടുകാർക്കും വ്യാപാരികളുടെയും സാമ്പത്തിക ചൂഷണമാണ്. അടുത്തത് 1899 മുണ്ട ഗോത്ര വിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ സായുധ കലാപം ആരംഭിച്ചു. ബ്രിട്ടീഷ് പോലീസുമായി പല സ്ഥലത്തും ഏറ്റുമുട്ടലുകളുണ്ടായി. റാഞ്ചിയിൽ നടന്ന വെടിവയ്പിൽ ഒട്ടേറെ മുണ്ട ഗോത്ര വിഭാഗക്കാർ കൊല്ലപ്പെട്ടു. ബിർസ മുണ്ട തടവിലാകുകയും അവിടെ വെച്ച് മരണപ്പെടുകയും ചെയ്തു. മുണ്ട കലാപത്തെ ബ്രിട്ടീഷുകാർ ക്രൂരമായി അടിച്ചമർത്തി. അടുത്ത കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം, ഖാസി കലാപങ്ങളെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ പിന്നീട് വിവിധ ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളാണ്. കുറിച്യർ കലാപം, പഹാരിയ കലാപം, കോൾ പ്രക്ഷോഭം, ഭീൽ കലാപം.
അതുപോലെ ഖാസി കലാപങ്ങളൊക്കെ ഗോത്രവർഗ കലാപങ്ങളാണ്. ബിർസാ മുണ്ട ശരിക്കും ആരാണ്? ഇന്ത്യൻ പാർലമെൻറ്റിൽ ഛായാചിത്രം സ്ഥാപിച്ചിട്ടുണ്ട്. ആരുടെ? ബിർസ. ഒരു ഗോത്രവർഗ രാജാവാണ്, ഗോത്രവർഗ ജനതയാണ്, ഗോത്രവർഗ നേതാവാണ് ആര്? ബിർസ മുണ്ട എന്ന് പറയുന്നത്. ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാൻ രചിച്ച കൃതിയാണെന്ത്? ഗാന്ധി സേ പഹലെ ഗാന്ധി. ബിർസാ മുണ്ടയെ കേന്ദ്ര കഥാപാത്രമാക്കി ഇക്ബാൽ ദുറാൻ രചിച്ച കൃതിയാണെന്ത്? ഗാന്ധി സേ പഹലെ ഗാന്ധി എന്നുള്ളത്. അതുപോലെ ബിർസാ മുണ്ട കേന്ദ്ര കഥാപാത്രമാക്കി മഹാശ്വേത ദേവി രചിച്ച കൃതിയാണ് ആരണ്യർ അധികാർ. അടുത്ത പോളിഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? പാളയം അഥവാ സൈനിക താവളത്തിന് പറയുന്നവരാണ് പോളിഗർ. അടുത്താണ് ആറ്റിങ്ങൽ കലാപം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല സംഘടിത കലാപമാണെന്ത്? 1921 ആറ്റിങ്ങൽ കലാപം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും അല്ലേ, എന്താണ് റീസൺ, കാരണം എന്താണ്? 1921 ആറ്റിങ്ങൽ കലാപം കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ടും ആഭ്യന്തര ഭരണ വിഷയങ്ങളിൽ ഇടപെട്ടും ജനങ്ങൾക്കിടയിൽ വർഗീയ വിദ്വേഷം വളർത്താൻ ശ്രമിച്ചും ആറ്റിങ്ങൽ പ്രദേശത്ത് അരാജകത്വം സൃഷ്ടിക്കുവാൻ ബ്രിട്ടീഷുകാർ നിരന്തരം ശ്രമിച്ചു. അങ്ങനെ ഭരണാധികാരിയായിരുന്ന ആറ്റിങ്ങൽ റാണിക്ക് ഓരോ വർഷത്തിലും പാരിതോഷികങ്ങൾ നൽകുന്ന പതിവ് 1921 ആവർത്തിക്കാനായി ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. എന്നാൽ ഇത് ഏതെങ്കിലും തരത്തിലുള്ള അപായത്തിന് കാരണമാകുമെന്ന് ഭയന്നതിനാൽ ചില പ്രമാണിമാർ എതിർത്തു. നാട്ടുപ്രമാണിമാർ മുഖേന മാത്രം പാരിതോഷികങ്ങൾ നൽകിയാൽ മതിയെന്ന അവരുടെ അഭിപ്രായത്തെ വകവയ്ക്കാതെ ഗിഫോർഡിൻ്റെ നേതൃത്വത്തിലുള്ള 140ഓളം ബ്രിട്ടീഷുകാരടങ്ങുന്ന സംഘം ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനങ്ങൾ നൽകാനായി എത്തിയതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ സംഘർഷത്തെ വർഗവർണ്ണ ജാതി മത വ്യത്യാസമില്ലാതെ ബ്രിട്ടീഷുകാർ ആക്രമിച്ചു വധിച്ചു. മാത്രമല്ല 5 തെങ്ങിലെ ബ്രിട്ടീഷ് കോട്ട വളഞ്ഞ് ഉപരോധം ഏർപ്പെടുത്തി. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ശരിക്കും എന്താണ്? ആറ്റിങ്ങൽ കലാപം 1721 1721 ആണ്. 1721 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഇനി അടുത്തതാണ് ബ്രിട്ടീഷുകാർക്ക് നടന്ന യുദ്ധം. ആദ്യത്തെ സൈനിക കലാപമായിരുന്നു തമിഴ്നാട്ടിലെ വെല്ലൂർ കലാപം. ബ്രിട്ടീഷ് സൈന്യത്തിലെ ഇന്ത്യക്കാരനാണ് ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സൈനികരുടെ വേഷവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങളായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കാരണം. അതായത് വെല്ലൂർ കലാപത്തിൻ്റെ പ്രധാന കാരണം എന്തായിരുന്നു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ അവരുടെ സൈനികരുടെ വേഷത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മാറ്റമാണ് ഇതിന് കാരണമായത്. ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങൾ ഏതൊക്കെയാണ്? അടുത്ത സൈനിക സഹായ വ്യവസ്ഥ. അത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളിൽ കലാപത്തിന് കാരണമായി. അങ്ങനെ 2 ബ്രിട്ടീഷ് നയങ്ങളാണ് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഒന്നാണ് സൈനിക സഹായ വ്യവസ്ഥയും മറ്റൊന്നാണ് ദത്തവകാശ നിരോധന നിയമം. ഇന്ത്യൻ ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ ആധിപത്യം ഉറപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി, സൈനിക സഹായ വ്യവസ്ഥ പറയുമ്പോൾ ആദ്യം ഓർക്കേണ്ട പേര് വെല്ലസ്ലിയാണ്. വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണെന്ത്? സൈനിക സഹായ വ്യവസ്ഥ. ബ്രിട്ടീഷുകാരുടെ സാമ്രാജ്യ വികസനത്തിനും കൂടുതൽ അധികാരം ഉറപ്പിക്കുന്നതിനുമൊക്കെ വേണ്ടി ഗവർണർ ജനറലായിരുന്ന വെല്ലസ്ലി പ്രഭു നടപ്പിലാക്കിയ പദ്ധതിയാണ് സൈനിക സഹായ വ്യവസ്ഥ. ഇതുപ്രകാരം ബ്രിട്ടീഷുകാർക്കുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെടുന്ന നാട്ടുരാജ്യങ്ങൾ ചില വ്യവസ്ഥകൾ പാലിക്കേണ്ടി വന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെടുന്ന നാട്ടുരാജാവ് കമ്പനി സൈന്യത്തിൻ്റെ യൂണിറ്റ് തന്റെ രാജ്യത്തുള്ളവർക്ക് കൊടുക്കണം. കമ്പനിയുടെ സൈനിക വിഭാഗത്തിലുള്ള എല്ലാ ചിലവും സഖ്യത്തിലാക്കണം. ദത്തവകാശ നിരോധന നയം എന്താണ്? ഒരു നാട്ടുരാജ്യത്തിലെ ഭരണാധികാരി പിന്തുടർച്ചാവകാശമില്ലാതെ മരിച്ചാൽ മറ്റൊരു കുടുംബത്തിൽ നിന്ന് ഒരു ആൺകുട്ടിയെ ദത്തെടുത്തിട്ട് നമുക്ക് വളർത്താൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം 1987 കലാപം
അതിൻ്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശിലെ മിർട്ടിലായിരുന്നു. മംഗൾ പാണ്ഡെ വധിച്ചതിന് ശേഷം സംഘടിച്ച ഇന്ത്യക്കാരായ സൈനികർ ഡൽഹിയിലെത്തി മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയെ പ്രഖ്യാപിച്ചു. സൈനികരെ കൂടാതെ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളും കർഷകരും മറ്റു ജനവിഭാഗങ്ങളും ഉത്തരേന്ത്യയിലെ പല ഭാഗങ്ങളിലും കലാപത്തിൽ പങ്കെടുത്തു. മാസങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാർ ലഹള അടിച്ചമർത്തി. കലാപം നടന്ന സ്ഥലം ഏതൊക്കെയാണ്? കലാപം എന്താണെന്ന് വിശദീകരിച്ച് നോക്കാം അല്ലേ. കലാപം നടന്ന സ്ഥലം ഡൽഹിയാണ്. നേതൃത്വം കൊടുത്ത ബഹദൂർ ഷാ രണ്ടാമനാണ്. അതായത് 1957 കലാപത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തികളാണ് ഇവരൊക്കെയാണ്. ഈ ബഹദൂർ ഷാ രണ്ടാമൻ, ജനറൽ ഭക്ത ഖാൻ, റാണി ലക്ഷ്മിബായി, താന്തിയ തോപ്പി, നാനാ സാഹിബ്, ബീഗം മഹല, കൻവർ സിംഗ്, ഇത്രയും സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ നടന്ന സ്ഥലം, കലാപം നടന്ന സ്ഥലമാണ്. ആ സ്ഥലത്തെയാണ് ഇവർ ഇന്ത്യയെ കൺട്രോൾ ചെയ്യുന്നത്. ബഹദൂർ ഷാ രണ്ടാമൻ്റെ സ്ഥലം അതായിരുന്നു ലക്നൗ ആയിരുന്നു. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹി ആയിരുന്നു അല്ലേ. എപ്പോഴും ചോദിക്കുന്നുണ്ട് ഡൽഹി ബഹദൂർ ഷാ രണ്ടാമൻ. അത് വായിച്ച് നോക്കുക. 1957 കലാപം നോവലാക്കിയിട്ടുണ്ട് ഇപ്പോൾ അല്ലേ. കഴിഞ്ഞു. ഞാനേ ഉറങ്ങിക്കൊണ്ടായിരിക്കുന്നത്. അയ്യോ, എന്തൊക്കെ വേറെന്തെങ്കിലും പറഞ്ഞു എനിക്കറിയത്തില്ല.